അതുപോലെ ചിലവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർക്കൗട്ട് ചെയ്തിട്ടൊക്കെയാണ് ഡെയിലി വന്ന് എല്ലാം മിക്സ് അടിച്ചിട്ടൊക്കെ പോകും. അങ്ങനെ ചെയ്യില്ല. ലാസ്റ്റ് വർക്കൗട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഗ് കഴിഞ്ഞിട്ടാണ് ഷോൾഡർ ചെയ്യേണ്ടത് കേട്ടോ. കാരണം നമ്മൾ ലെഗ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹോർമോണൊക്കെ നല്ലോണം ബൂസ്റ്റ് ആവും. അതാണ് ലെഗ് കൊണ്ടിട്ടുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണൊക്കെ നല്ലോണം ഇത് കണ്ടതാണ്. ഒരുപാട് പേര് ലൈക്ക് തന്നിട്ടുണ്ടായിരുന്നു, കമൻസ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴേലും ഞാൻ റീ അപ്ലോഡ് ചെയ്യാം. വേറെ ഒന്നുമല്ല, അതിനകത്ത് ഞാൻ വേറൊരു ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ടൊരു വീഡിയോ എനിക്ക് റിമൂവ് ചെയ്യാണ്ട് വന്ന്, വേറൊന്നും കോപ്പിറൈറ്റ് സ്ട്രൈക്കോ അങ്ങനെയുള്ളതൊന്നും കൊണ്ടല്ല ഞാൻ റിമൂവ് ചെയ്തത്. അപ്പം യൂട്യൂബ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ വീഡിയോസും യൂട്യൂബ് റിവ്യൂ ചെയ്തിട്ട് മാത്രമേ അത് പബ്ലിഷ് ചെയ്യുകയുള്ളൂ. അപ്പം ഇടുന്ന സമയത്ത് അത് പബ്ലിഷ് ആവും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് റിവ്യൂ എല്ലാം ചെയ്തിട്ട് നമ്മളെ വീഡിയോ പബ്ലിഷ് ആക്കണോ വേണ്ടയോ എന്ന് പിന്നെ ആലോചിക്കുന്നത്. ഇന്നലെ ആ വീഡിയോ ഒരുപാട് പേര് കണ്ടതാണ്, ഒരുപാട് പേര് ലൈക്ക് തന്നിട്ടുണ്ടായിരുന്നു, കമൻസ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴേലും ഞാൻ റീ അപ്ലോഡ് ചെയ്യാം. വേറെ ഒന്നുമല്ല, അതിനകത്ത് ഞാൻ വേറൊരു വീഡിയോയുടെ ക്ലിപ്പ് 35 kg ഡംബിൾ കീൾ അടിക്കുന്ന ഒരു വീഡിയോയുടെ ക്ലിപ്പ് ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊരു യൂട്യൂബ് വീഡിയോ ആണ്. അപ്പം അതുകൊണ്ട് യൂട്യൂബ് റിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞത് ട്രിം ചെയ്ത് കളയണം, അങ്ങനെ ഒരു നോട്ട് തന്നിട്ടുണ്ടായിരുന്നു, ഒരു മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ്. പിന്നെ എപ്പോഴേലും അത് ട്രിം ചെയ്ത് കളഞ്ഞിട്ട് അതിന് പകരം വേറെ എന്തെങ്കിലും അവിടെ ആഡ് ചെയ്തിട്ട് ഞാനത് പിന്നെ അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് റിമൂവ് ചെയ്തത് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു ബിഗിനർ അല്ലെങ്കിൽ ബിഗിനർ ആയിക്കോട്ടെ, ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ആയിക്കോട്ടെ, അപ്പോൾ നാച്ചുറലായിട്ട് ഒരു മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു 1 വീക്ക് വർക്കൗട്ട് പ്രോഗ്രാമാണ്. നല്ലൊരു പ്രോഗ്രാമാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മസിൽ ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ നാച്ചുറലായിട്ട് ഇപ്പം മെഡിസിനോ സ്റ്റിറോയിഡ്സോ ഒന്നും എടുക്കാതെ നാച്ചുറലായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വർക്കൗട്ട് പ്ലാനാണ് കേട്ടോ. നല്ല രീതിയിൽ അവർക്ക് എഫക്റ്റ് ചെയ്യുന്ന ഒരു വർക്കൗട്ട് പ്ലാനാണ്. മസിൽ ഗ്രോ ചെയ്യിപ്പിക്കാൻ, മസിൽ ഹൈപ്പർട്രോഫി കൊണ്ടുവരാൻ ഈ വർക്കൗട്ടിലൂടെ സാധിക്കുന്നതാണ് കേട്ടോ. അതിൽ ഞാൻ ഗ്യാരണ്ടി തരുവാണ്. അപ്പം ഒരു 1 വീക്ക് വർക്കൗട്ട് പ്ലാനാണ് കേട്ടോ. നിങ്ങൾ 1 വീക്ക് വേണമെങ്കിൽ, 1 വീക്കിൽ കൂടുതൽ വേണമെങ്കിൽ 2 വീക്ക്, 2 ആഴ്ച വേണമെങ്കിൽ ഈ വർക്കൗട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഫസ്റ്റ് വീക്ക് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ കോമ്പിനേഷൻ നോക്കിയിട്ട് മാത്രമേ വർക്കൗട്ട് ചെയ്യാവൂ. ചുമ്മാ വാലകോലയെന്ന് വർക്കൗട്ട് ചെയ്യില്ല. മിക്കുള്ള ആൾക്കാരും ജിമ്മിൽ ചെന്നിട്ട് വാരകോല, ചിലവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർക്കൗട്ട് ചെയ്തിട്ടൊക്കെയാണ് ഡെയിലി വന്ന് എല്ലാം മിക്സ് അടിച്ചിട്ടൊക്കെ പോകും. അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ എപ്പോഴും കോമ്പിനേഷൻ നോക്കി, മസിൽ ഗ്രൂപ്പിൻ്റെ കോമ്പിനേഷൻ നോക്കി മാത്രം വർക്കൗട്ട് ചെയ്യുക കേട്ടോ. അപ്പം തിങ്കളാഴ്ച ചെസ്റ്റും ട്രൈസെപ്സും ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ചെസ്റ്റിൻ്റെയും രണ്ട് വർക്കൗട്ടാണ്, 2 ടൈപ്പിലെ വർക്കൗട്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ ട്രൈസെപ്സിൻ്റെയും 2 ടൈപ്പിലെ വർക്കൗട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരുപാടൊന്നിട്ട് വലിച്ചു വാരിയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് നല്ല പ്രോപ്പർ ഫോമിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. വാരി വലിച്ചൊന്നും, ചില ആൾക്കാരുണ്ട് ഒരു പാർട്സിൻ്റെ 7 8 വേരിയേഷനൊക്കെ അടിച്ചിട്ട് തളർന്നു കുത്തിയൊക്കെ ജിമ്മിൽ നിന്ന് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലാത്തത്. അപ്പം ചെസ്റ്റ് ചെയ്യുന്ന അന്ന്, അപ്പോൾ ചെസ്റ്റും ട്രൈസും ആണ് തിങ്കളാഴ്ച. ബാർബൽ ബെഞ്ച് പ്രസ് ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഒരു 3 സെറ്റ് കേട്ടോ. 3 സെറ്റും 12 റിപ്പും സ്ലോ പ്രോഗ്രസ്സിൽ നല്ല ഹോൾഡ് ചെയ്ത് ഇറക്കി മാത്രം ചെയ്യുക. നല്ല ഫോമിൽ, കറക്റ്റ് ഫോമിൽ ടെക്നിക്ക് ഉപയോഗിച്ച് സ്ലോ പ്രോഗ്രസ്സിൽ വേണം വർക്കൗട്ട് ചെയ്യാൻ കേട്ടോ. അതുപോലെ സ്ലോ പ്രോഗ്രസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പാഠം കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ബാർബൽ ബെഞ്ച് പ്രസ് 3 സെറ്റ് 12 റിപ്പ്. അടുത്തത് ഇൻക്ലൈൻ ഡംബൽ പ്രസ് ആണ് കേട്ടോ. ഇൻക്ലൈൻ ഡംബൽ പ്രസ്സും ഒരു 12 റെപ്പ് 3 സെറ്റ് കളിക്കണം കേട്ടോ. അതും ഇതുപോലെ സ്ലോ പ്രോഗ്രസ്സിൽ വേണം വർക്കൗട്ട് ചെയ്യാൻ. പിന്നെ ഞാൻ ട്രൈസെപ്സിൻ്റെ വർക്കൗട്ടാണ്. ട്രൈസെപ്സിൻ്റെ വർക്കൗട്ടിലോട്ട് വരുമ്പോൾ ട്രൈസെപ്സ് പുഷ് ഡൗൺ ആണ് കേട്ടോ. സ്ട്രെയിറ്റ് ബാറിനകത്ത് പുഷ് ഡൗൺ ചെയ്യണം. അതും ഒരു 3 സെറ്റ് 12 റിപ്പ് വെച്ച് സ്ലോ പ്രോഗ്രസ്സിൽ വേണം ചെയ്യാൻ കേട്ടോ. അടുത്തത് ട്രൈസെപ്സ് ടിപ്പിംഗ് ആണ്. ട്രൈസെപ്സ് ടിപ്പ് കേട്ടോ. അത് മെഷീനിലും ചെയ്യാം, അല്ലാതെ നമുക്ക് ഫ്ലാറ്റ് ബെഞ്ചിലൊക്കെ ചെയ്യാം കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. അത് ഒരു 3 സെറ്റ് 12 റിപ്പ്. അപ്പോൾ ഇത്രയാണ് തിങ്കളാഴ്ചത്തെ നിങ്ങളെ നാച്ചുറലായിട്ടുള്ള മസിൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള, മസിൽ ബിൽഡാക്കാൻ വേണ്ടിയിട്ടുള്ള, നല്ല ഹൈപ്പർട്രോഫി ഒക്കെ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള വർക്കൗട്ട് കേട്ടോ. തിങ്കളാഴ്ചയുള്ള വർക്കൗട്ട് പ്ലാനാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. ചെസ്റ്റും ട്രൈസെപ്സും ആണ്. അപ്പോൾ ഇത് നല്ല വെയിറ്റ് കൂട്ടി നല്ല ഹോൾഡ് ചെയ്ത് സ്ലോ പ്രോഗ്രസ്സിൽ ചെയ്യുക കേട്ടോ. ചെയ്ത് കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് ആയിരിക്കും. ഇനി അടുത്തത് ചൊവ്വാഴ്ച ബാക്ക് ആൻഡ് ബൈസെപ്സ് ആട്ടോ. ബാക്ക് ആൻഡ് ബൈസെപ്സിനകത്ത് ഫസ്റ്റിൽ നിങ്ങൾ പുള്ളപ്പാണ് ചെയ്യേണ്ടത്. പുള്ളപ്പ് കേട്ടോ. 3 സെറ്റ്, അത് 3 സെറ്റ് 12 റിപ്പ് വെച്ച് പുള്ളപ്പ് ചെയ്യുക. നല്ല കറക്റ്റ് ഫോമിൽ മാത്രം ചെയ്യുക കേട്ടോ. പുള്ളപ്പ് ചെയ്യുന്ന മിക്കുള്ളവർക്കും പുള്ളപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം പുള്ളപ്പ് കറക്റ്റ് ടെക്നിക്കിലും കറക്റ്റ് ഫോമിലും വേണം ചെയ്യാൻ. അടുത്തത്
ബാക്കിൻ്റെ വർക്കൗട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ബാക്കിൻ്റെ വർക്കൗട്ട് കേട്ടോ. ബാർബൽ റോ ആണ് കേട്ടോ. ബാർബൽ റോ അത് 3 സെറ്റ് 12 റെപ്പ് സ്ലോ പ്രോഗ്രസ്സിൽ വേണം ചെയ്യാൻ. അടുത്തത് ഡംബൽ കേൾ ബൈസെപ്സിലോട്ട് വരുവാണ് കേട്ടോ. ഫസ്റ്റ് ഇപ്പം എല്ലാത്തിൻ്റെ ഈ രണ്ട് വർക്കൗട്ടാണ് ഞാൻ തരുന്നത്. അത് നല്ല ഫോമിലും ടെക്നിക്കിലും സ്ലോ പ്രോഗ്രസ്സിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 2 വർക്കൗട്ട് മാത്രം സെലക്ട് ചെയ്തത്. ഒരുപാട് വർക്കൗട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഡംബൽ കേൾ അടുത്ത ബൈസെപ്സിലോട്ട് വരുമ്പോൾ ഡംബൽ കേളാണ്. അതും ഒരു 3 സെറ്റ് 12 റെപ്പ് വെച്ചിട്ട് 3 സെറ്റ് കേട്ടോ. അത് സ്ലോ പ്രോഗ്രസ്സിൽ ഹോൾഡ് ചെയ്ത് വേണം ഇറക്കി ചെയ്യാൻ. കറക്റ്റ് ഫോമിൽ ചെയ്യുക കേട്ടോ. ഫോം അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ ട്രെയിനർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് കറക്റ്റ് ഫോമിൽ ചെയ്യുക. ഓക്കെ. അടുത്തത് ബൈസെപ്സിൻ്റെ രണ്ടാമത്തെ വർക്കൗട്ട് ഹാമർ കേളാണ്. അത് ഒരു 3 സെറ്റ്സ് 12 റെപ്പ് വെച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പം ചൊവ്വാഴ്ചത്തെ വർക്കൗട്ടും കഴിഞ്ഞ് ഇനി ബുധനാഴ്ചയാണ്. ബുധനാഴ്ച നിങ്ങൾ ബോഡിക്ക് ഫുള്ള് റെസ്റ്റ് കൊടുക്കുക. ബുധനാഴ്ച നിങ്ങൾ വർക്കൗട്ട് ചെയ്യേ വേണ്ട കേട്ടോ. ഇനി നിങ്ങൾ വ്യാഴാഴ്ച വരുമ്പോഴത്തേക്ക് ലെഗാണ്. ലെഗിൻ്റെ വർക്കൗട്ടാണ് നമ്മൾ വ്യാഴാഴ്ച ചെയ്യേണ്ടത്. അതിനകത്ത് ഫസ്റ്റ് സ്ക്വാട്ടാണ്. സ്ക്വാട്ട് 3 സെറ്റ്സ് 12 റെപ്പാണ് 3 സെറ്റിനകത്ത് ചെയ്യേണ്ടത്. അതും സ്ലോ പ്രോഗ്രസ്സിൽ വെയിറ്റ് പതിയെ ഇൻക്രീസ് ചെയ്ത് നല്ലപോലെ വെയിറ്റ് ഇട്ട് കളിക്കുക കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ കുറഞ്ഞ വെയിറ്റ് കൂട്ടി ചെയ്ത് കളിക്കുക കേട്ടോ. അതും സ്ലോ പ്രോഗ്രസ് ആണ്. കറക്റ്റ് ഫോമിൽ വേണം ചെയ്യാൻ. അടുത്തത് ലെഗ് പ്രസ് ആണ്. 3 സെറ്റ് 12 റെപ്പ് സെയിം തന്നെയാണ് കേട്ടോ. അടുത്തത് ലഞ്ചസും അതുപോലെ 3 സെറ്റ് 12 റെപ്പ്. അടുത്തത് ലെഗ് എക്സ്റ്റൻഷൻ ആണ് കേട്ടോ. ലെഗ് എക്സ്റ്റൻഷൻ അപ്പം അതിനകത്തും 3 സെറ്റ് 12 റെപ്പ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഫ്രൈഡേ ലാസ്റ്റ് വർക്കൗട്ടാണ്. ഒരാഴ്ചത്തെ ലാസ്റ്റ് വർക്കൗട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഗ് കഴിഞ്ഞിട്ടാണ് ഷോൾഡർ ചെയ്യേണ്ടത് കേട്ടോ. കാരണം നമ്മൾ ലെഗ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹോർമോണൊക്കെ നല്ലോണം ബൂസ്റ്റ് ആവും. അതാണ് ലെഗ് കൊണ്ടിട്ടുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണൊക്കെ നല്ലോണം ബൂസ്റ്റ് ആവും. അപ്പം അടുത്ത ദിവസം ഷോൾഡർ ചെയ്യാനൊക്കെ നല്ല നമുക്കൊരു എനർജി കിട്ടും. ഷോൾഡറിൻ്റെ വർക്കൗട്ട് മിക്കുള്ള ആൾക്കാർക്കും അറിയാമല്ലോ, ഇച്ചിരി ടഫായിട്ടുള്ള വർക്കൗട്ടാണ്. ഷോൾഡർ സൈഡൊക്കെ നല്ല അരച്ച് കയറുന്നൊരു വർക്കൗട്ടാണ്. അപ്പം ഫ്രൈഡേ നിങ്ങൾ ഷോൾഡറും ആപ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഷോൾഡർ പ്രസ്സാണ്. അതിനകത്തൊരു 3 സെറ്റ് 12 റെപ്പിറ്റേഷൻ വെച്ച് ചെയ്യുക കേട്ടോ. അടുത്തത് ലാറ്ററൈസ് ആണ്. ലാറ്ററൈസും ഒരു 3 സെറ്റ് 12 റെപ്പിറ്റേഷൻ വെച്ച് ചെയ്യുക. എല്ലാം സ്ലോ പ്രോഗ്രസ്സിലാട്ടോ. അടുത്തത് റിയർ ഡെൽറ്റ് ഫ്ലൈ ആട്ടോ. റിയർ ഡെൽറ്റ് ഫ്ലൈയും 12 റെപ്പ് 3 സെറ്റ് വെച്ച് ചെയ്യുക കേട്ടോ. അടുത്തത് പ്ലാങ്ക് ആണ്. പ്ലാങ്കും 3 സെറ്റ്സ് അതുപോലെ ഒരു 60 സെക്കൻഡ് 3 സെറ്റ്സ് 60 സെക്കൻഡിൽ പ്ലാങ്ക് ചെയ്യുക കേട്ടോ. അത് ആപ്സിനുള്ള വർക്കൗട്ടാണ്. ആപ്സിനുള്ള വർക്കൗട്ട് പ്ലാങ്ക് മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇത്രയാണ് മസിൽ ബിൽഡിങ്ങിനുള്ള ഒരു 1 വീക്കിലെ പ്രോഗ്രാം. ഇത് നിങ്ങൾ 2 ആഴ്ച വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ഫോളോ ചെയ്ത് നോക്ക്. നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.